മൊസാദ് ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് പൂർത്തീകരിച്ചിട്ടേ ഇറങ്ങുകയുള്ളൂ. ഒന്നുകിൽ ആ വ്യക്തി ഇറാൻ്റെ പ്രസിഡൻ്റായിട്ട് അടുത്ത തവണ സത്യപ്രതിജ്ഞ ചെയ്യാൻ അധികം ഭാവി വിദൂരമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇസ്രായേലുമായിട്ട് ഏറ്റവും കൂടുതൽ ശത്രുതയിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി ഇസ്രായേലിൻ്റെ തന്നെ ചാരസംഘടനയായിരിക്കുന്ന മൊസാദിൻ്റെ മെമ്പറായി തീർന്നിരിക്കുന്ന അതിനകത്തെ ഒരു അംഗമോ അല്ലെങ്കിൽ ഒരു ചാരനോ ആയി നയവന്ദനം ഇറാൻ പ്രസിഡൻ്റായിരുന്ന മഹ്മൂദ് അഹമ്മദിനെ നിജാദ് ഇസ്രായേൽ സംഘടനയായ മൊസാദിൻ്റെ ചാരനോ എന്നുള്ള ഒരു ചോദ്യം ഇന്ന് സമൂഹത്തിൽ വളരെ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നാഷണൽ മീഡിയകളിൽ ചിലതും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മീഡിയകളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇറാനിൽ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുകയും അദ്ദേഹത്തിനെ വീട്ടുതടങ്കലിലൊക്കെ ആക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് ശരിക്കും ഒരു രഹസ്യാന്വേഷണ നാടകമാണോ, രാഷ്ട്രീയ ഗൂഢാലോചനയാണോ, അതോ ഒരു മീഡിയ വാർ ആണോ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയവും നമ്മുടെ സമൂഹത്തിലുണ്ട്. ലോക രാഷ്ട്രീയത്തിൽ തന്നെ ചില വാർത്തകൾ വെറും വാർത്തകളായിട്ട് അവസാനിക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം. അവ രാഷ്ട്രങ്ങളുടെ സുരക്ഷിതയും ഭരണകൂടങ്ങളുടെ സ്ഥിരതയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും സ്വാധീനിക്കുന്ന വലിയ ചർച്ചകളായിട്ട് മാറുന്നുണ്ട്. ഇറാൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്ന മഹ്മൂദ് അഹമ്മദ് നജാദിനെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ മൊസാദ് രഹസ്യമായി സമീപിച്ചുവെന്നും ഭാവിയിൽ ഇറാനിലെ രാഷ്ട്രീയ മാറ്റങ്ങളുടെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു സാധ്യതയുള്ള നേതാവായി പരിഗണിക്കുന്നുവെന്നും പുറത്തുനിന്ന് വരുന്ന വാർത്തകൾ, റിപ്പോർട്ടുകൾ അത് വലിയൊരു ചർച്ചയായിട്ട് ഇന്ന് പൊതുസമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പ്രത്യേക കാരണമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധം ഇത് എങ്ങനെയായിരിക്കും അവസാനിക്കുക, എന്തുകൊണ്ട് അവസാനിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു രഹസ്യാന്വേഷണ നീക്കമാണോ, അതോ ഇറാൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സംശയവും ഭിന്നതയും സൃഷ്ടിക്കുന്ന ഒരു വിവര യുദ്ധമാണോ, ഒരു മീഡിയ വാർ മാത്രമാണോ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആരോപണങ്ങളെ ഉടൻ തന്നെ സത്യമായിട്ട് നമുക്ക് കാണാതെ ലഭ്യമായ റിപ്പോർട്ടുകൾ, അതേപോലെ തന്നെ ലഭ്യമായിട്ടുള്ള ചില നിഷേധക്കുറിപ്പുകൾ, രാഷ്ട്രീയ പശ്ചാത്തലം, അതിൻ്റെ സാധ്യതകൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നത്, ആരാണ് മഹ്മൂദ് അഹമ്മദ് നജാദ് എന്ന് പറയുന്ന വ്യക്തി? ഈ മഹ്മൂദ് അഹമ്മദ് നജാദ് എന്ന് പറയുന്ന വ്യക്തി 2005 മുതൽ 2013 വരെ ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾക്ക് മുമ്പ് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഏറ്റവും കൂടുതൽ ശത്രുതയിൽ നിന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന വ്യക്തി ഇസ്രായേലിൻ്റെ തന്നെ ചാരസംഘടനയായിരിക്കുന്ന മൊസാദിൻ്റെ മെമ്പറായി തീർന്നിരിക്കുന്ന അതിനകത്തെ ഒരു അംഗമോ അല്ലെങ്കിൽ ഒരു ചാരനോ ആയിന്ന് വലിയ തലക്കെട്ടായിട്ട് പല പത്രങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത. അപ്പോൾ സാധാരണ ഒരു ബ്ലാക്ക് സ്മിത്തിൻ്റെ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പറഞ്ഞാൽ ഒരു കൊല്ലൻ്റെ ഭവനത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് ഉയർന്നു വന്ന അദ്ദേഹം ഇറാനിലെ ശക്തമായ യാഥാസ്ഥിതിക ദേശീയവാദ രാഷ്ട്രീയത്തിൻ്റെ പ്രധാന മുഖമായിട്ട് മാറി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കൊണ്ടും ജീവിത ശൈലികൾ കൊണ്ടൊക്കെ നമ്മൾ ഒരു കാലത്ത് മനസ്സിലാക്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇറാൻ്റെ ആണവ പദ്ധതി, അമേരിക്കയുമായുള്ള സംഘർഷം, ഇസ്രായേലിനെതിരായ കടുത്ത രാഷ്ട്രീയ നിലപാട് എന്നിവ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ പ്രധാന വിഷയങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാവുന്നതാണ്. അഹമ്മദ് നജാദിൻ്റെ പ്രസംഗങ്ങളും രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തെ പാശ്ചാത്യ ലോകത്തിൻ്റെ കടുത്ത വിമർശനമാക്കി വച്ചിരിക്കുകയായിരുന്നു. ഇസ്രായേലിനെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ പ്രത്യേകിച്ച് കടുത്തതായിരുന്നു എന്നത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തു വരുന്ന ആരോപണങ്ങൾ കൂടുതൽ അസാധാരണമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇസ്രായേലിനെതിരെ ഏറ്റവും കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു ഇറാനിയൻ നേതാവിനെ തന്നെയാണോ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി സമീപിച്ചത് ഇടയായിത്തീർന്നിട്ടുണ്ടോ? അപ്പം ഈ ചോദ്യമാണ് ഇപ്പോഴത്തെ മുഴുവൻ വിവാദത്തിൻ്റെയും ഒരു കേന്ദ്ര ബിന്ദുവായിട്ട് ഇൻ്റർനാഷണൽ മീഡിയകളിൽ കൊണ്ടുനടക്കുന്നത്. രണ്ടാമതായിട്ട്, അധികാരത്തിൽ നിന്ന് അകന്ന അഹമ്മദ് നജാദിനെ 2013 പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയതിന് ശേഷം അഹമ്മദ് നജാദിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ ചില മാറ്റങ്ങളൊക്കെ പ്രകടമാകാൻ ഇടയായി. ഇറാനിലെ ഭരണകൂടത്തിൻ്റെ ചില നയങ്ങളെയും സാമ്പത്തിക തീരുമാനങ്ങളെയും അദ്ദേഹം വിമർശിക്കാൻ തുടങ്ങി. കാരണം അദ്ദേഹത്തിന് വീണ്ടും പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ യാഥാസ്ഥിതിക സമൂഹം IRGS ഒന്നും അംഗീകരിച്ചില്ല.
അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തു പോകേണ്ടി വന്നു. അപ്പോൾ ഭരണകൂടത്തിനുള്ളിലെ ശക്തമായ വിഭാഗങ്ങളുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിലും വളരെയധികം തൽഫലമായിട്ട് അകൽച്ചയുണ്ടായി. വീണ്ടും അധികാരത്തിലേക്ക് മടങ്ങാനുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലും തടസ്സപ്പെട്ടു. ഇറാനിലെ രാഷ്ട്രീയ സംവിധാനത്തിൽ പ്രസിഡന്റ് രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവാണെങ്കിൽ പോലും അന്തിമ അധികാരം പരമോന്നത നേതാവിനും, അതായത് മത രാഷ്ട്രത്തിൻ്റെ നേതാവിനും ശക്തമായ ഭരണകൂട സ്ഥാപനങ്ങൾക്കും കീഴിലാണ് എന്നുള്ളത് അദ്ദേഹം തുറന്നടിക്കുകയുണ്ടായി. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്നത്. ഒരു മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഭരണ സംവിധാനത്തിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ അദ്ദേഹം വിദേശ ശക്തി അദ്ദേഹത്തെ ഭാവിയിലെ രാഷ്ട്രീയ ബദലായിട്ട് കാണാൻ ഇടയായിത്തീരുമോ? ഇതാണ് ഈ വിഷയത്തെ വെറും വ്യക്തിപരമായ ചാരബന്ധത്തിൻ്റെ കഥയിൽ നിന്ന് ഒരു വലിയ ഭൗമരാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റുന്നത്. മൂന്നാമതായിട്ട്, ഈ മൊസാദ് അദ്ദേഹത്തെ സമീപിച്ചു എന്ന ആരോപണം 2026 ജൂലൈയിൽ, അതായത് ഈ മാസം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് വർഷങ്ങളായി അഹമ്മദ് നജാദുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. റിപ്പോർട്ടുകളിൽ പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നടന്ന ചില പരിപാടികളും സമ്മേളനങ്ങളും ഇത്തരം ബന്ധങ്ങൾക്ക് അവസരമൊരുക്കി എന്നാണ്. പ്രത്യേകിച്ച് ബുഡാപെസ്റ്റിൽ നടന്ന ഒരു കാലാവസ്ഥ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അഹമ്മദ് നജാദുമായിട്ട് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ബന്ധപ്പെടുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകളുടെ അവകാശവാദം. ഇപ്പോൾ മൊസാദ് മേധാവിയായിരുന്ന ഡേവിഡ് ബർണിയ തന്നെ നേരിട്ട് അഹമ്മദ് നജാദുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണവും റിപ്പോർട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു പ്രധാന വ്യത്യാസം നാം മനസ്സിലാക്കണം. ഒരു പത്രം ഒരു രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു എന്നത് ആ റിപ്പോർട്ടിലെ ഓരോ സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് അർത്ഥമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വമുള്ള ഒരു നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും മറ്റുള്ളവരുമായിട്ടൊക്കെ പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ, മൊസാദ് അഹമ്മദ് ജാദിനെ റിക്രൂട്ട് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് മൊസാദ് അദ്ദേഹത്തെ സമീപിക്കാൻ ശ്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. ഈ ഒരു വ്യത്യാസം മാധ്യമ പ്രവർത്തനത്തിലും രാഷ്ട്രീയ വിശകലനത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. ഇതായിരുന്നു ആരോപിക്കപ്പെടുന്ന ലക്ഷ്യം. ആരോപിക്കപ്പെടുന്നതായിട്ടുള്ള അങ്ങനെ ആരോപിക്കാൻ കാരണം എന്താണ്? റിപ്പോർട്ടുകളുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അഹമ്മദ് നജാദിനെ ഒരു സാധാരണ രഹസ്യ വിവര സ്രോതസ്സായി മാത്രമല്ല, ഇറാന്റെ രാഷ്ട്രീയ രംഗത്തെ ഉപയോഗിക്കാവുന്ന ഒരു വ്യക്തിയായിട്ട് വിലയിരുത്തുന്നു എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇറാനിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റമോ ഭരണകൂട മാറ്റമോ സംഭവിച്ചാൽ അതധികം താമസിയാതെ സംഭവിക്കും. കാരണം ഇപ്പോൾ അമേരിക്ക, നമ്മളിവിടെ മലയാളം ചാനലുകൾ കേൾക്കുന്ന വാർത്ത പോലെ അല്ല എന്നത്, ചില പ്രദേശങ്ങൾ തന്നെ ഇറാൻ്റെ ചില പ്രദേശങ്ങൾ തന്നെ ആകെ ഇല്ലാതെയായി തീർന്നിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ട് നഷ്ടമായിരിക്കുകയാണ്. കെട്ടിടങ്ങളും ആളുകളൊക്കെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി. അതോടൊപ്പം തന്നെ കെട്ടിടങ്ങളെല്ലാം തന്നെ അടിച്ചു തീർത്തു. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ ആണവ ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങളിലൊക്കെ അവർ ബോംബിങ് ഇടുകയും ഇപ്പം ഇസ്രായേലും തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് മുതൽ വീണ്ടും. അപ്പോൾ അങ്ങനെ വളരെ ശക്തമായിട്ട് തന്നെ ഇറാൻ്റെ ശക്തി പരിപൂർണമായിട്ട് ക്ഷയിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമത്തോടു കൂടിയാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നത്. അത് നജാദിനെ കാര്യങ്ങളിൽ പറയുമ്പോൾ അവിടുത്തെ ഒരു അടുത്ത പ്രസിഡന്റായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് മൊസാദ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, അദ്ദേഹം പാശ്ചാത്യ യോജിച്ചു പോകാൻ ഇടയായിത്തീരും, അഥവാ അവർ പോക്കാൻ ഇടയായിത്തീരും. അപ്പം അതുകൊണ്ട് പാശ്ചാത്യ സംസ്കാരവുമായിട്ടും പാശ്ചാത്യ ജനതയുമായിട്ടും രാഷ്ട്രങ്ങളുമായിട്ട് യോജിച്ച് പോകാൻ തയ്യാറാകും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ് ഇപ്പോൾ മൊസാദ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ വലിയ ഒരു രാഷ്ട്രീയ വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇതിനെതിരെ കടുത്ത പ്രസംഗങ്ങൾ നടത്തിയ വ്യക്തി, മറ്റൊരു വശത്ത് ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ സംഘടന. അപ്പം ഇവർക്കിടയിൽ രഹസ്യ ബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ അത് അന്താരാഷ്ട്ര രഹസ്യാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും അസാധാരണമായ രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായിരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ബന്ധുവാര് ശത്രുവാര് എന്നൊക്കെ. ആ രീതിയിലേക്കാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ യുദ്ധം ചെയ്യുന്ന എതിർചേരിയോട് വളരെയധികം കൂറു പുലർത്തുന്ന എതിർചേരിയിലെ പ്രസിഡന്റായിരുന്ന വ്യക്തിയൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പം രാഷ്ട്രത്തോടുള്ള അവരുടെ കടപ്പാടും കൂറും എത്ര വളരെ കുറച്ച് തന്നെയാണുള്ളത്. രാജ്യത്തിലെയും പല ആളുകളുമായിട്ടൊക്കെ പല ആളുകളും കടുപ്പിച്ച് പറയാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഉദ്യമിക്കുന്നില്ല അങ്ങനെ പറയാൻ. പക്ഷേ പലരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത തരത്തിൽ
ലോകത്തിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും ഭരണകൂടത്തിനെതിരെ വിമർശിക്കുന്നവരായിരുന്നാലും ഒക്കെ ഇന്ന് ഏത് ഭാഗത്ത് നിൽക്കുന്നു, നാളെ എങ്ങോട്ട് ചായുമെന്ന് പറയാൻ കഴിയാത്ത വിധത്തിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് നമുക്കറിയാമല്ലോ, ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും ശക്തന്മാരായിരുന്ന ചില വാഗ്മികളൊക്കെ നമ്മുടെ പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ ഹോം മിനിസ്റ്ററിയൊക്കെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പൊ അവരുടെ പാദസേവകരായിട്ട് മാറ്റപ്പെട്ട കാര്യം നമുക്കറിയാം. ഈ ഗവൺമെന്റ് സമയത്ത് അങ്ങനെയുള്ളവരുടെ വായൊക്കെ അടഞ്ഞ് അവര് നാവെല്ലാം തുന്നിക്കെട്ടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ രാഷ്ട്രീയക്കാരെല്ലാം തന്നെ ഈ രീതിയിലേക്ക് അധപ്പതിച്ചു എന്നുള്ളതാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ ഒരു വിപത്ത് നമുക്ക് കാണാൻ കഴിയും. ത്തിന്റെ പൂർണ്ണമായ രൂപം ഇപ്പോഴും പൊതുവായിട്ട് ലഭ്യമായ സ്വതന്ത്ര തെളിവുകളാൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. എങ്കിലും നിർണായക വസ്തുത നമ്മൾ ഓർക്കണം. രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ പലപ്പോഴും പൂർണ്ണമായ തെളിവുകൾ പൊതുജനങ്ങൾക്ക് നൽകാറില്ല. അതുകൊണ്ട് ഓരോ ആരോപണവും സ്വതേ സത്യമാകുന്നുമില്ല. പസ് ഇൻ ബൂട്ട്സ് എന്ന പേരുമായിട്ട് ബന്ധപ്പെട്ട വിവാദം ചില റിപ്പോർട്ടുകളിലും സാമൂഹ്യ മാധ്യമ ചർച്ചകളിലും പസ് ഇൻ ബൂട്ട്സ് എന്ന കോഡ് നാമം പരാമർശിക്കപ്പെട്ടതായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഇറാനിലെ രാഷ്ട്രീയ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു രഹസ്യ പദ്ധതിയുടെ പേരാണെന്ന രീതിയിലാണ് ചിലരൊക്കെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കോഡ് ഒരു പേരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും സ്വതന്ത്രമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എന്നും ചിലരൊക്കെ വാദിക്കുന്നുണ്ട്. അതിനാൽ ഈ വിഷയത്തിൽ ഒരു ജാഗ്രത ആവശ്യമായിട്ടാണ് അത്തരക്കാർ പറയുന്നത്. അപ്പോൾ ഒരു കോഡ് നാമം ഒരു റിപ്പോർട്ടിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് മാത്രം കൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യവും ഔദ്യോഗികതയും തെളിയിക്കപ്പെടുന്നില്ല എന്നാണ് ചില ആളുകളുടെ വാദം. മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പലപ്പോഴും ഒരു വാർത്തയിലെ ഏറ്റവും ആകർഷകമായ ഭാഗം എടുത്ത് അതിനെ കൂടുതൽ നാടകീയമാക്കാറുണ്ട്. അതുകൊണ്ട് ഈ വിഷയം വിലയിരുത്തുമ്പോൾ ചോദിക്കേണ്ടത് ഈ വിവരത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്? രേഖാമൂലമുള്ള തെളിവുകളുണ്ടോ? ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതോ ഇതൊരു അജ്ഞാത ഉദ്യോഗസ്ഥരുടെ വിവരങ്ങളെ മാത്രം ആശ്രയിക്കുന്ന ഒന്നാണോ? ഇത്തരം ചോദ്യങ്ങളാണ് ഒരു ഉത്തരവാദിത്വമുള്ള വിശകലനത്തിന്റെ അടിസ്ഥാനമായിട്ട് ഞാൻ അവലംബിക്കാറുള്ളത്. അപ്പോൾ നിങ്ങളും അത് മനസ്സിലാക്കണം. കാരണം ഈ വാർത്തകളൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വരുമ്പോൾ പല വേർഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് ജാഗ്രത ഉണ്ടാകണം. പല ആളുകളും പലതരത്തിലാണ് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാമതായിട്ട്, യുദ്ധസമയത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ആരോപണം. റിപ്പോർട്ടുകളുടെ മറ്റൊരു അസാധാരണമായ ഭാഗം ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ അഹമ്മദ് നജാദിനെ ഒരു സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റാൻ മൊസാദ് ശ്രമിച്ചുവെന്ന അവകാശവാദമാണ്. അതിനെക്കുറിച്ച് നേരത്തെ നമ്മളൊക്കെ കേട്ടുള്ളതാണ്. അദ്ദേഹം താമസിക്കുന്ന ഒളിവിൽ പാർക്കുന്ന ആ വീടിന്റെ കാവൽ നിൽക്കുന്നതായിട്ടുള്ള ആളുകളെയൊക്കെ വധിക്കുകയും ഇദ്ദേഹത്തെ മൊസാദ് തന്നെ സുരക്ഷിതമായിട്ടുള്ള ഒരു താവളത്തിൽ കൊണ്ടെത്തിക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് ആ സമയത്ത് വന്നത്. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആക്രമണത്തിന് ശേഷം അദ്ദേഹത്തെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും പിന്നീട് അദ്ദേഹം ആ സ്ഥലത്ത് നിന്ന് പുറത്തു പോയെന്നും ഒക്കെ ഉള്ള ആരോപണങ്ങളുണ്ട്. അപ്പോൾ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും നമുക്ക് വ്യക്തതയൊന്നും തരുന്നില്ല. അദ്ദേഹത്തെ ആരാണ് മാറ്റിയത്, എന്തിനാണ് മാറ്റിയത്, അദ്ദേഹത്തിന് ഈ പദ്ധതിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ, അദ്ദേഹം സ്വമേധയാ സഹകരിച്ചതാണോ, അല്ലെങ്കിൽ ഒരു സുരക്ഷാ സാഹചര്യം മുതലെടുത്ത് അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള ശ്രമമായിരുന്നോ? ഇവയ്ക്കൊന്നും പൊതുവായിട്ട് ഒരു ഉത്തരവ് നമുക്ക് ലഭിക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇറാനിയൻ സുരക്ഷാ സംവിധാനത്തിന്റെ വീട്ടുതടങ്കിലാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിന്റെ ഓഫീസ് ഈ വാർത്തകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. മൊസാദുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന ആരോപണവും അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന അവകാശവാദവും അത് മൊസാദാണ് ചെയ്തത് എന്നുള്ള ആ വാദങ്ങളും പിന്നീട് വീട്ടുതടങ്കിലാക്കിയെന്ന റിപ്പോർട്ടും ഒക്കെ ഇവരെ നിഷേധിച്ചു. ഇത്തരം വാർത്തകൾ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും ഇറാനിലെ ആഭ്യന്തര ഭിന്നതകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളവയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ നിലപാട്. അവരുടെ നിഷേധം നമുക്ക് അവഗണിക്കാനാകുകയില്ല. അതുപോലെ ഒരു വ്യക്തി ആരോപണം നിഷേധിച്ചു എന്നത് മാത്രം കൊണ്ട് ആരോപണം അസത്യമാണെന്ന് തെളിയുന്നുമില്ല. അതിനാൽ ഈ രണ്ട് വശങ്ങളും നമ്മൾ പരിശോധിക്കുന്നു എന്ന് മാത്രം. ഒരു കാര്യം നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടുണ്ടെങ്കിൽ അവരത് പൂർത്തീകരിച്ചിട്ടേ ഇറങ്ങുകയുള്ളൂ. ആ വ്യക്തി പ്രസിഡന്റായിട്ട് അടുത്ത തവണ സത്യപ്രതിജ്ഞ ചെയ്യാൻ അധികം ഭാവി വിദൂരമല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇറാൻ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ ഈ മൊസാദ് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആര് നിഷേധിച്ചാലും ശരി, അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിലെ മലയാള മാധ്യമങ്ങൾ പറയുന്ന പോലെയല്ല. ഇറാൻ ആകെ തകർന്നുകൊണ്ടിരിക്കുന്നു. ആ തകർച്ച ഒന്ന് പുതുക്കി പണിയാനായിട്ട് ഈ നജാദിനെ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും
ഉപയോഗിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വരുന്ന തെളിവുകൾ. നമുക്ക് കാത്തിരിക്കാം. ആ രാജ്യം നശിച്ചു പോകാൻ പാടില്ല. കാരണം ഒരുപാട് പൈതൃകമുണ്ടായിരുന്ന, ഒരുപാട് സമൃദ്ധി ഉണ്ടായിരുന്ന, ഒരുപാട് പുരോഗമന ചിന്താഗതികൾ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. വേറൊരു വാക്കിൽ പറഞ്ഞാൽ വിശുദ്ധ ബൈബിളുമായിട്ട് രാജ്യത്തിന് വലിയൊരു ബന്ധമുണ്ട്. അവിടെ നിന്നുള്ള രാജാക്കന്മാർ ഇസ്രായേൽ ജനത്തെ ശുശ്രൂഷിക്കുവാൻ, അവരെ സഹായിക്കാൻ മെനക്കെട്ടുള്ളവരാണ്. മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജാതം ചെയ്തപ്പോൾ ആ കർത്താവിനെ കാണുവാനായിട്ട് കിഴക്ക് നിന്ന് വിദ്വാൻമാർ വന്നു എന്നുള്ളത് വന്നിരിക്കുന്നത് ആ പ്രദേശത്തു നിന്നുള്ള ആളുകളായിരുന്നു. കൂടാതെ അവർ അബ്രഹാമിൻ്റെ വെപ്പാട്ടികളുടെ സന്തതി പരമ്പരയിൽപ്പെട്ടവരാണെന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ദൈവസ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഇറാനിലെ ജനങ്ങൾ അവരാരും നശിച്ചു പോകാൻ പാടില്ല. അവിടെ കർത്താവിൻ്റെ സ്നേഹം അവരും അറിയുകയും അവർക്കും നല്ലൊരു പുരോഗമനമായ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.